400-ലധികം സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും BJPക്ക് ഒരു പ്രസ്ഥാനമെന്ന നിലയിലും വലിയ തിരിച്ചടി നൽകുന്നതാണ്. രാജ്യത്തെ പ്രതിപക്ഷമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷവും നരേന്ദ്രമോദി രാജ്യം ഭരിച്ചത്. നിരവധി പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുകയും പ്രതിപക്ഷ പാർട്ടികൾക്കും നേതാക്കൾക്കും നേരെ റെയ്ഡുകൾ നടത്തുകയും ചെയ്ത് പ്രതിപക്ഷത്തെ ആവുന്നത്ര ഞെരുക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നുവെന്നുള്ള ആരോപണം വളരെ ശക്തമായതും ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ എഴുതിത്തള്ളിയ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ജനങ്ങൾ തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനാധിപത്യത്തിൻ്റെ വിളവെടുപ്പ് നൽകുന്ന വ്യക്തമായ സന്ദേശം. മോദി ഒറ്റയാൾ പട്ടാളമായി രാജ്യം മുഴുവൻ താരപ്രഭയോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഒടുവിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തോടുകൂടി പര്യവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കടക്കുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ള ഭിന്നത മുതലെടുത്ത് ഇന്ത്യ മുന്നണിയിലെ അനൈക്യം മുതലെടുത്ത് ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന നിതീഷ് കുമാറിനെ സ്വന്തം പാളയത്തിലെത്തിച്ച് പ്രതിപക്ഷത്തെ സഖ്യത്തെ ദുർബലപ്പെടുത്തിയ ശേഷമാണ് BJP മോദിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഇന്ന് പുറത്തു വന്ന ഫലം BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഉയർച്ച താഴ്ചകൾ എല്ലാ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വലിയ പ്രഭയോടെ നിൽക്കുന്ന നേതാക്കൾ തകർന്നടിയുന്നതും പ്രതിപക്ഷ നേതാക്കൾ ഉയർന്നു വരുന്നതും ഇന്ത്യൻ ജനാധിപത്യം പലകുറി കണ്ടിട്ടുണ്ട്. ഇക്കുറി അത്തരത്തിലുള്ള വ്യക്തമായ ചില സന്ദേശങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു പരാജയമാണ്, ധാർമ്മികമായ പരാജയമാണ്. കാരണം മോദി ഗ്യാരണ്ടി എന്ന വലിയ മുദ്രാവാക്യവുമായാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 400-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രഖ്യാപിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ആദ്യ നാളുകളിൽ മോദി ഗ്യാരണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ 1ഉം 2ഉം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് വലിയ വിദ്വേഷ പ്രചാരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ പ്രത്യക്ഷമായി നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പിന്നീട് മോദി നടത്തിയത്. ഇത്തരത്തിൽ മോദി നടത്തിയ പ്രചാരണങ്ങൾക്ക് ജനങ്ങൾ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്. കേവല ഭൂരിപക്ഷമായ 272 സീറ്റിലേക്ക് എത്താൻ BJPക്ക് കഴിയില്ല. സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ വേണം BJPക്ക് ഭരിക്കാൻ. അത് മോദി എന്ന താരരാജാവിനെ തീർത്തും ദുർബലനാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അടുത്ത ഒരു സർക്കാരിനെ മോദി തന്നെ നയിക്കുമോ എന്ന് തന്നെ ഇപ്പോൾ സംശയിക്കേണ്ട അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മറ്റൊരു വിശകലനം എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തിയോടുകൂടി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തിരിച്ചു വന്നിരിക്കുന്നു. 100ഓളം സീറ്റുകൾ നേടുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു നിൽക്കുമ്പോൾ
അടുത്ത സർക്കാർ ഏതായിരിക്കുമെന്നുള്ള ഒരു ആശങ്ക ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ NDA മുന്നണിയിലെ തെലുങ്കുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും വിലപേശാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു തരത്തിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയെയും നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിനെയും കിട്ടിയാൽ ഇന്ത്യ മുന്നണിക്കും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഉത്തരവാദിത്വത്തിലേക്ക്, തോൽവിയുടെ ഉത്തരവാദിത്വത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു എന്നാണ് വെളിവാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന 4 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിൽ സിക്കിമിലും അരുണാചലിലും ഫലം നേരത്തെ വന്നു. അരുണാചലിൽ BJP വിജയിച്ചു. സിക്കിമിലും BJPക്ക് തിരിച്ചടി കിട്ടി. എന്നാൽ ഒഡീഷയിൽ കരുത്തനായ ബിജു ജനതാദളിൻ്റെ നേതാവ് നവീൻ പട്നായിക്കിനെ പരാജയപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ആന്ധ്രയിലാകട്ടെ തെലുങ്കുദേശം പാർട്ടി ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുപ്പുകളും ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനമായ കാര്യം പ്രാദേശിക പാർട്ടികളുടെ ഉയർച്ചയും താഴ്ചയുമാണ്. പ്രാദേശിക പാർട്ടികൾ ശക്തമായിരിക്കുന്നിടത്ത് അവർക്ക് ശക്തമായി തുടരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബിജു ജനതാദളിന് മാത്രമാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രയിലെ YSR കോൺഗ്രസിനും തിരിച്ചടി നേരിട്ടു. തമിഴ്നാട്ടിൽ DMK മുന്നണി വളരെ ശക്തമായ മുന്നേറ്റം നടത്തി. തമിഴ്നാട്ടിൽ 39 സീറ്റിൽ 38 എണ്ണവും DMK മുന്നണിയാണ് കരസ്ഥമാക്കിയത്. കോൺഗ്രസും CPM-ഉം ഒക്കെ ഉൾപ്പെട്ട മുന്നണി തമിഴ്നാട്ടിൽ BJPയെ ശക്തമായി പ്രതിരോധിച്ചു. പശ്ചിമ ബംഗാളിൽ കടുത്ത മത്സരമാണ് നടന്നത്. ഏറെക്കാലമായി BJPയും മമതയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ 42 സീറ്റിൽ 30 തൃണമൂൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുകയാണ്. 11 മാത്രമാണ് BJPക്ക് മേൽക്കൈയുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ BJPയെ മമത പ്രതിരോധിച്ചു എന്ന് തന്നെ പറയാം. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ കരുത്തിൽ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അവിടെ 10ലധികം സീറ്റുകളിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്ന അവസ്ഥയാണ്. എന്നാൽ കേജ്രിവാൾ ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ മങ്ങിപ്പോയി എന്ന് തന്നെ പറയണം. ദില്ലിയിലെ 7 സീറ്റുകളും BJP തന്നെ നിലനിർത്തുകയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും എല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഒടുവിൽ പ്രചാരണത്തിനെത്തിയ കേജ്രിവാൾ ഇളക്കി മറിച്ചെങ്കിലും ഡൽഹിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കർണാടകയിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ 28 സീറ്റുകളിൽ 19 BJPക്കാണ്. കോൺഗ്രസിന് സംസ്ഥാന ഭരണം കിട്ടിക്കഴിഞ്ഞ് ഏറെക്കാലമായില്ലെങ്കിലും ആ പ്രഭാവം നിലനിർത്താൻ, ആ പ്രതിച്ഛായ നിലനിർത്താൻ കോൺഗ്രസിനായിട്ടില്ല എന്ന് വേണം കരുതാൻ. മഹാരാഷ്ട്രയിലാണ് BJPക്ക് തിരിച്ചടിയുണ്ടായ മറ്റൊരു സംസ്ഥാനം. 48 സീറ്റുകളിൽ 29 കോൺഗ്രസ്, NCP, ഉദ്ധവ് താക്കറെ വിഭാഗം അവരുടെ സഖ്യം നേടിയിരിക്കുകയാണ്. BJPക്ക് 18 BJPക്കും സഖ്യകക്ഷികൾക്കും ചേർന്ന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടിയുണ്ടായെങ്കിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ദില്ലിയിലും BJP കോട്ടകൾ അങ്ങനെ തന്നെ നിലനിന്നു. അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ ഈ സംസ്ഥാനങ്ങൾ കഴിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ ഫലം UPയിൽ നിന്നാണ്. 80 സീറ്റുകളുള്ള UPയാണ്
രാജ്യഭരണം നിർണ്ണയിക്കുക എന്നുള്ളത് ഒരുപാട് കാലമായി നാം കാണുന്നതാണ്. എന്നാൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും ഒന്നിച്ചു കൊണ്ടുപോയ BJPക്ക് UPയിൽ അടിത്തറ ഇളകിയിരിക്കുന്നു. അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലൂടെ രാജ്യം മുഴുവൻ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയ BJPക്ക് അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ പോലും പരാജയപ്പെടുകയാണ്. UPയിലെ 80 സീറ്റുകളിൽ 43 കോൺഗ്രസ് SP സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ തേരോട്ടം UPയിൽ BJPയെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പോലും വോട്ടെണ്ണലിൻ്റെ ആദ്യ റൗണ്ടിൽ പിന്നിൽ പോയി എന്നുള്ളത് BJP കേന്ദ്രങ്ങളിൽ ഞെട്ടലുളവാക്കിയതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയിലേക്കെങ്കിലും എത്തുന്ന അവസ്ഥയിലാണ് മോദിയുടെ ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് രാഹുലിൻ്റെ താരപ്രഭ മങ്ങിയിട്ടില്ല, അത് ശോഭിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട അമേഠിയിൽ സ്മൃതി ഇറാനി ഇക്കുറി പരാജയപ്പെടുകയാണ്. വലിയ കൊള്ളിളക്കം സൃഷ്ടിച്ച വിജയമായിരുന്നു കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയുടേത്. കേന്ദ്രമന്ത്രി എന്ന നിലയിലും BJPയിലെ പ്രധാന നേതാവ് എന്ന നിലയിലും തിളങ്ങി നിന്ന സ്മൃതി അമേഠിയിൽ പരാജയപ്പെടുന്നത് BJPക്ക് കനത്ത പ്രഹരം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ മറ്റൊരു പ്രധാന കാര്യം കർഷക രോഷം പ്രതിഫലിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, രാജ്യത്തെ കർഷകർ ഏറെക്കാലമായി സമരമുഖത്താണ്. ആ സമരത്തിൽ ഉൾപ്പെട്ട മേഖലകളിലെ കർഷകർ ഹരിയാനയിലും പഞ്ചാബിലും അതുപോലെ തന്നെ UPയുടെ പല ഭാഗങ്ങളിലുമുള്ള കർഷകർ BJPയെ മുട്ടുകുത്തിച്ചിരിക്കുന്നു. പഞ്ചാബിൽ BJP കനത്ത തോൽവി നേരിട്ടു. ഹരിയാനയിലും BJPക്ക് നേട്ടമുണ്ടാക്കാനായില്ല. അത്തരത്തിൽ കാർഷിക മേഖലയിലെ വിഷയങ്ങളും കർഷക സമരവും BJPക്ക് പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഗുസ്തി താരങ്ങളുടെ സമരവും രാജ്യത്തിലും അന്താരാഷ്ട്ര തലങ്ങളിലും ശ്രദ്ധേയമായതായിരുന്നു. ഹരിയാനയിലെ ഫലം അതിൻ്റെ പ്രതിഫലനവും നൽകുന്നുണ്ട്. മണിപ്പൂർ രാജ്യം ഏറെ വേദനിച്ച കലാപമുണ്ടായ മണിപ്പൂരിലെ 2 സീറ്റുകളും കോൺഗ്രസ് നേടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഒരു BJP വിരുദ്ധ തരംഗം, അത് ഭരണവിരുദ്ധ വികാരമാണോ മോദി വിരുദ്ധ വികാരമാണോ എന്നുള്ളത് വരും നാളുകളിലെ വെളിപ്പെട്ടു വരികയുള്ളൂ. എന്തു തന്നെയായാലും പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്കും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ BJPക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ സൂചനകൾ നൽകുന്നുണ്ട്. കേരളത്തിൽ BJP ഒരു സീറ്റ് നേടി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്നത് വലിയ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുകയാണ്. എന്നാൽ അത് BJPയുടെ പൂർണ്ണമായ രാഷ്ട്രീയ വിജയമായി എത്രമാത്രം വ്യാഖ്യാനിക്കാൻ കഴിയും എന്നതിൽ സംശയമുണ്ട്. സുരേഷ് ഗോപിയുടെ താരപ്രഭ, ഒരു സിനിമാ താരം എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായ വിജയം കൂടിയായി അത് മാറുകയാണ്. കേരളത്തിൽ 18 UDF മുന്നേറ്റമുണ്ടാക്കി. ആലത്തൂരിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിന് കനത്ത ജനരോഷം നേരിടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ജനവിധി. രാജ്യത്താകമാനം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലും ബംഗാളിലും മാത്രം പ്രതിഫലിച്ചിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഭരണവിരുദ്ധ വികാരം നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ അത് ഏറ്റവും രൂക്ഷമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ വിജയിച്ച ആലപ്പുഴ നഷ്ടപ്പെട്ടപ്പോൾ ആലത്തൂരിൽ വിജയിക്കാനായി എന്നത് മാത്രമാണ് LDFന് ഗുണകരമായിട്ടുള്ളത്. കണ്ണൂരിലും കാസർഗോട്ടും കോഴിക്കോട്ടും
ഒക്കെ ഉണ്ടായ തോൽവി തീർച്ചയായും LDF കേന്ദ്രങ്ങളിൽ ചർച്ചയാവും. തൃശ്ശൂരിനൊപ്പം തിരുവനന്തപുരവും വിജയിക്കാമെന്ന BJPയുടെ കണക്കുകൂട്ടൽ ശശി തരൂർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വേള തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്ന ഘട്ടം വന്നിരുന്നെങ്കിലും തീരദേശ വോട്ടുകളുടെ പിൻബലത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങൾ ശശി തരൂരിനെ കൈവിട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഫലം. സർക്കാർ രൂപീകരണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തുതന്നെയായാലും ഒരു 2020 മാച്ചിൻ്റെ എല്ലാ ഉദ്വേഗവും ആശങ്കയും പിരിമുറുക്കങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് ഈ ജനോത്സവം, ജനാധിപത്യത്തിൻ്റെ മഹത്തായ ഉത്സവം കൊടിയിറങ്ങുന്നത്. അതിൽ എല്ലാ പ്രവചനങ്ങളെയും, എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ജനങ്ങൾ വിധിയെഴുതിയത് വളരെ വ്യക്തമാണ്. അത് വായിച്ചെടുക്കാൻ രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹവും എത്രമാത്രം ജാഗ്രത കാണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവി ഇന്ത്യ.